ചേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ പൊതുദർശനം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ സ്കൂളിൽ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തു. ഇനി ആരെങ്കിലും ഈ മിഥുന്റെ മൃതദേഹം അവസാനമായിട്ട് നോക്കി കാണാനുണ്ടെങ്കിൽ എല്ലാവരും കണ്ടതിന് ശേഷം മാത്രമേ മൃതദേഹം എടുക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോഴും ചില ആളുകൾ, അതായത് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലൊക്കെ നിന്ന് ആളുകളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് ഇടപെട്ട് എല്ലാ ആളുകളെയും, അതായത് പുറത്തൊക്കെ നിൽക്കുന്ന പല ആളുകളുമുണ്ട്. ഒപ്പം തന്നെ ചില അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുണ്ട്, ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ ആളുകളുണ്ട്. എല്ലാവർക്കും അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും, അതായത് 1 മണിയോടുകൂടെ ഈ മൃതദേഹം ഇവിടെ നിന്ന് വിലാപയാത്രയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ജീവനക്കാരും ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക്, അതായത് വീട്ടിൽ സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് എത്തണം. പക്ഷേ ഈ വിലാപയാത്രയായി ഒരു നാടാകെ തീരാ ദുഃഖത്തിലായിരിക്കുന്ന ഈ സമയത്ത് അത്തരത്തിൽ സമയമെടുത്തുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. ആദ്യ ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിന് പിന്നാലെ ഈ മകന്റെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളെയും ഒരുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അധ്യാപകരെല്ലാം തന്നെ വിരുമ്പുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം സംഭവിച്ചു പോയി, ഒരു കാര്യമുണ്ടായി പോയി. അപ്പോൾ അതിൽ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഒരു മകൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ അത് തന്നെയാണ്, നഷ്ടപ്പെട്ടത് ആരുടെയെങ്കിലും മകനല്ല, തന്റെ, അതായത് നാടിന്റെ ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പറഞ്ഞത്. അത് തന്നെയാണ് രാവിലെയൊക്കെ സംസാരിച്ച മിഥുന്റെ ആ സമയത്ത്, ആ ആദ്യഘട്ടത്തിൽ മിഥുന്റെ ആ മൃതദേഹം മിഥുൻ ഷോക്കേറ്റ് കിടന്ന സമയത്ത് അവിടെ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച ആ അധ്യാപകൻ ഉൾപ്പെടെ പറയുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ക്രമീകരണങ്ങൾ ഇനി ആരെങ്കിലും, അതായത് സ്കൂളിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇനി ആരെങ്കിലും മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതായത് ഇപ്പോൾ ഒരു പ്രായമായ ഒരു അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രായമായ പിതാവിനുൾപ്പെടെ ആ മൃതദേഹം കാണുന്നതിനുള്ള ഒരു ക്രമീകരണം ഉൾപ്പെടെ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അധികം വൈകാതെ 1 മണിയോടടുത്ത സമയത്ത് തന്നെ ഈ സ്കൂളിൽ നിന്നും വിലാപയാത്രയായി ഈ വീട്ടിലേക്ക് ശേഷം അധികം വൈകാതെ 1 മണിയോടടുത്ത സമയത്ത് തന്നെ ഈ സ്കൂളിൽ നിന്നും വിലാപയാത്രയായി ഈ വീട്ടിലേക്ക് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെടും. വീട്ടിലേക്ക് വീടെന്ന് പറയുന്നത് ഈ വിളന്തറയിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ആ സ്കൂളിലെ, അതായത് വീണ്ടും ആ മൃതദേഹം അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ വേദനയോടുകൂടെ, അതായത് വേദനയും വിഷമത്തോടുകൂടെ വീണ്ടും അവസാന ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടേക്ക് തടിച്ചു കൂടുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ക്രമീകരണം ചെയ്യുന്നു. അധികം ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിലുള്ളത് അവരെല്ലാം, അതായത് ഇപ്പോൾ ഇതാ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള മഞ്ചം സ്കൂളിലെ തയ്യാറാക്കിയിരുന്ന ആ സ്ഥലത്ത് നിന്നും എടുക്കുകയാണ്. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. വലിയ സമയം എടുത്തുകൊണ്ടുള്ള ഒരു വിലാപയാത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇതാ അവസാനമായി തൻ്റെ ക്ലാസ്, അതായത് ഈ വർഷം ജൂണിൽ സ്കൂളിലേക്ക് എത്തി, 2 മാസക്കാലം സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ അവസാനം സ്കൂളിൽ എത്തുന്നത് ചേതനേറ്റ ശരീരമാണ്. ആ ചേതനേറ്റ ശരീരത്തിൽ അന്തിമോപചാരങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഇതാ തിരികെ അതായത് താൻ ജനിച്ചു വളർന്ന തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയായിരിക്കും ഇനി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. 2 ദിവസം മുൻപ് വരെ, വ്യാഴാഴ്ച രാവിലെ വരെ സ്കൂളിലേക്ക് എത്തി ഓടിക്കളിച്ച പ്രിയമകൻ, ഈ സ്ഥലത്താകെ അവൻ ഓടിക്കളിച്ചിരുന്നതിൻ്റെ ഓർമ്മകൾ വിതുമ്പുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ തിരികെ ഇപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് ആ മഞ്ചം വഹിച്ചുകൊണ്ടുള്ള, അതായത് ആ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആ മഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്നതിന് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി സ്കൂളിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടെ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന മകൻ, ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ട് ഇപ്പോൾ തിരികെ തൻ്റെ ചേതനേറ്റ ശരീരമാണ് വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വീട്ടിലായിരിക്കും തുടർ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. 5 മണിയോടുകൂടെ സംസ്കാരം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇവിടേക്ക് ഒഴുകിയെത്തുകയും അവസാനമായിട്ട് ആ പ്രിയ മകൻ്റെ ആ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയൊക്കെ ചെയ്തത് അത്രത്തോളം വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും കഴിഞ്ഞ ഓരോ രംഗങ്ങളായിരുന്നു. ആ ക്ലാസ് ടീച്ചറാകട്ടെ കരഞ്ഞ് മറ്റൊരു അധ്യാപികയുടെ കൂടെ സഹായത്തോടുകൂടെ വരേണ്ടുന്ന ഒരവസ്ഥ. പ്രഥമ അധ്യാപികയാകട്ടെ ആശുപത്രിയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് കിടക്കുന്നു. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്നുമാണ്
ഇപ്പോൾ എന്തായാലും ഈ സ്കൂളിൽ നിന്നും സ്കൂളിൽ, അതായത് തൻ്റെ പ്രിയപ്പെട്ട സ്കൂളിൽ അവസാനമായി എത്തിയതിനു ശേഷം ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് വിലാപയാത്രയായി പോവുകയാണ് പ്രിയ മകൻ മിഥുൻ. സ്കൂളിലെ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. അവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് മിഥുന് ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത്. സഹപാഠികളും അധ്യാപകരുമൊക്കെ കുട്ടിക്കരയുന്ന കാഴ്ചയായിരുന്നു അവിടെ സ്കൂളിൽ ഉണ്ടായത്. ഇനി വീട്ടിലേക്കാണ്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒരു നാടൊന്നാകെ മിഥുന യാത്രാമൊഴിയേകുകയാണ്. ആ നാടിന്റെ തന്നെ തീരാ നൊമ്പരമായി, തീരാ വേദനയായി മാറിയിരിക്കുകയാണ് മിഥുന്റെ വിയോഗം.